ഇതാണ് കടലിൻ്റെ അടിത്തട്ട്. ഓ അടിപൊളി. ഒരു കടലായാലേ ആ കടലിൻ്റെ അടിത്തട്ട് എന്തായിരിക്കും? എന്നാൽ അങ്ങനെ അടിത്തട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കടലിൻ്റെ അടിയിലെ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ? അങ്ങനെ നടന്ന് കടലിൻ്റെ അടിത്തട്ടിൽ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞൊരു വഴി കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുവാണ്. നമുക്കേ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ഇടുങ്ങി വരുവാണ് കേട്ടോ. ഈ വഴിയെ ഇടുങ്ങി അങ്ങോട്ടുണ്ടോ ഒരാൾക്ക് കട്ടിച്ച് പോകാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. കഴിഞ്ഞ വഴിയിലേ ഡിനോസറിൻ്റെ മുട്ട, ഒരുപാട് ഫോസിൽസ്, ശംഖുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ കിട്ടിയില്ലേ? ആ കിട്ടിയ സ്ഥലം എന്താ ഇവിടാണ് കേട്ടോ. ഈ ഭാഗത്താണ്. ഇത് എവിടാണെന്ന് ഞാൻ കണ്ടെത്താൻ പോവുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞു വരണ്ടാന്ന്. ഇതിപ്പോൾ വന്ന് ഒരുപാട് വഴി അറിയാൻ പറ്റാത്ത അവസ്ഥയായി. എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഇപ്പോൾ ഒരു നിശ്ചയില്ല. എല്ലാവരും ഒരുപോലെ കിടക്കുന്നു. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ടോ? നമ്മളൊരു കുന്ന് കാണാൻ വേണ്ടി ആദ്യം കുറെ ആഗ്രഹിച്ചായിരുന്നില്ലേ? അതെ, ഇപ്പൊ എന്റെ വണ്ടി ഒന്ന് കണ്ടാൽ മതി അവസ്ഥയെ. ആ സ്ഥലം ഒന്ന് കണ്ടാൽ മതി. അല്ലേ നീ ഇപ്പൊ എന്താ ഇതൂടെ? ഞാൻ ഇവിടെ ബോഡി ലോഷൻ വരട്ടുവാ. ഓ, നമ്മള് ചെറിയ വെയിലേ ഉള്ളൂ, വലിയ പ്രശ്നമുള്ളതൊന്നും അല്ല. അത് നിനക്ക് എന്റെ മുഖം നീ കണ്ടോ? അതുകൊണ്ട് ഇതൊക്കെ ഇമ്പോർട്ടന്റ്. ഇത് നമ്മുടെ മരിയാസിന്റെ ബോഡി ലോഷൻ ആണ്. പിന്നെന്താ പറയാ, അടിപൊളി പ്രോഡക്റ്റ് ആണ്. ശരിക്കും നമ്മുടെ ബോഡി നല്ല ഡ്രൈനെസ് മാറ്റി നല്ല അടിപൊളിയാക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. നമ്മള് രാവിലെ കുളിച്ചിട്ടൊക്കെ വന്ന് എടുത്തിടുന്നത് നല്ലതായിരിക്കും. ഇത് സാധാരണ ഞാൻ കുളിച്ചിട്ടാണ് ഇടുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, മരിയാസിന്റെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഞങ്ങൾ തരുന്നതായിരിക്കും അല്ലേ? ആ വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞങ്ങൾ ഓൾ തമിഴ്നാട് യാത്ര തിരിച്ചിട്ട് ഇന്ന് 13 ദിവസമായില്ലേ? 13 ദിവസം, 14 ദിവസമായില്ലേ? 14 ദിവസമായി. ഞങ്ങൾ അരിയല്ലൂർ ആണ്ടേ, ഞങ്ങൾ 13ാമത്തെ ജില്ലയിൽ നിൽക്കുവാണ്. ഇവിടുന്ന് യാത്ര തുടങ്ങിയാണ്. കഴിഞ്ഞ വഴിയില്ലേ ഡിനോസറിൻ്റെ മുട്ട, ഒരുപാട് ഫോസിൽസ്, ശംഖുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ കിട്ടിയില്ലേ? ആ കിട്ടിയ സ്ഥലം എന്താ ഇവിടാണ് കേട്ടോ. ഈ ഭാഗത്താണ്. ഇത് എവിടാണെന്ന് ഞാൻ കണ്ടെത്താൻ പോവുകയാണ്. പാടാണ്, കാരണം വിശാലമായ ഒരു സ്ഥലമാണ്. ഏക്കർ കണക്ക് കിടക്കുവാണ്. ഇതിനകത്താണ്. പണ്ട് ഇവിടെ കടലായിരുന്നു. നൂറ്റാണ്ടല്ലേ, എത്ര 68 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കടലായിരുന്നു. ആ കടലൊക്കെ പോയതിനു ശേഷം ഉണ്ടായ ഒരുപാട് അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് അവിടുത്തെ മ്യൂസിയത്തിൽ കണ്ടത്. അതായത് അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളങ്ങനെ ആ സ്ഥലം കണ്ടെത്തിയില്ലേ? ആ സ്ഥലം കണ്ടെത്തി കേട്ടോ. ഇതല്ല ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റുന്ന വീതി. ഇതല്ല, വേറെ സ്ഥലമുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. ഒരു കുഴിയുണ്ട് കേട്ടോ. ആ കുഴിയിൽ കൂടെ ഒക്കെ നടന്നു പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഇവിടെ. അത് ഈ കാണുന്ന 2 കുന്നുകൾക്കിടയിലാണ് കേട്ടോ. അയ്യോ വിനീഷ, പേടിയാന്നോ? പേടിയൊന്നുമില്ല. എന്തായാലും പോയ കടലുടനെ ഒന്നും വരത്തില്ല, കടൽ തിരിച്ചു വരത്തില്ല. അതുകൊണ്ട് പേടിയൊന്നുമില്ല. മ്യൂസിയത്തിൽ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞതേ ഇവിടെ ഇതണക്ക് വെള്ളം ഒഴുകി പോകുന്ന ചാലുണ്ടെന്നാണ് പറഞ്ഞത്. ആ ചാലിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാഴ്ചകളെല്ലാം കാണാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ നോക്കി നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മണിക്കൂർ കുറേ ആയില്ലേ? അതെ. പക്ഷെ നമുക്ക് ഇതൊക്കെ കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ എന്ത് ചെയ്യും? കാറിൻ്റെ അവിടെ പോകേണ്ടി വരും. കാറ് കിടക്കുന്നിടത്ത് പോകേണ്ടി വരും. കാറ് ഇവിടുന്ന് ഏകദേശം നല്ല ദൂരമുണ്ട്. അതായത് വെള്ളം വരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അതായിരിക്കില്ലേ? അതൊക്കെ ആയിരിക്കും. അതായിരിക്കും കേട്ടോ. വെള്ളം വരുമെന്ന് പറഞ്ഞായിരുന്നു കണ്ട്. ആഹാ, അതിലേ കൂടെ പോയ കാഴ്ചകൾ കാണാമെന്നാണ് പറഞ്ഞത്. കണ്ടോ വെള്ളം പോകുന്നുണ്ടോ? ഇവിടെ അത്യാവശ്യം ഇപ്പോൾ ഉണക്ക് സമയമില്ലേ? ഇവിടെ മഴ. നമ്മൾ ഇന്നലെ നിന്നിടത്തല്ലല്ലോ ഇവിടെ നിൽക്കുന്നത്. അല്ലല്ല, ഇന്നലെ നിന്നിടത്തല്ല നിൽക്കുന്നത്. അവിടെ നിന്ന് കുറെ കൂടെ മാറിയാ നിൽക്കുന്നത്. ഇവിടൊക്കെ ആ ഭാഗത്തുണ്ടോ? അതുകൊണ്ടേ കണ്ടില്ലേ? അത് തന്നെ അദ്ദേഹം പറഞ്ഞ ശരിയാട്ടോ. ഈ കാണുന്ന വെള്ളം ഒഴുകി പോകുന്ന ഭാഗത്തൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കൂടുതൽ ഈ ഫോസിൽസ് കിട്ടിയ സ്ഥലങ്ങൾ കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞതേ. ഞങ്ങളങ്ങനെ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നെല്ലാം വെള്ളം വേണമെന്നുണ്ടോ? ഫുള്ള് മണലാട്ടോ ഇവിടെ. ഇവിടെ എല്ലാം മണലാണ് കേട്ടോ. ഇതൊക്കെ മണലാണ്. ഈ തറ ഫുള്ള് മണലാണ്. ഒരു ഹെലിക്യാം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്യായിരുന്നു. അതെ അതെ, നമുക്ക് ഹെലിക്യാം ഇല്ലല്ലോ. ഹെലിക്യാമിന് അങ്ങനെ 1 ലക്ഷം രൂപയ്ക്ക് വേണം. അത്യാവശ്യം നല്ലെണ്ണം വേണമെങ്കിൽ, നമ്മൾ വിചാരിക്കുന്ന ഒരു ക്വാളിറ്റി കിട്ടണമെങ്കിൽ. നോക്കി കിടക്കണേ.
ചതിപ്പാട്ടോ ഇവിടെ. ചതിപ്പെന്ന് പറയുന്നത് ചെളിയല്ല, മണ്ണാണ്. മണൽ. ഏയ് ഇവിടെ നടക്കാൻ പാടാട്ടോ. ഇതിലെ കൂടെ കയറിപ്പോ. കയറി അവളുള്ള കുടയും ഇത്ര നടുക്ക് സ്ഥലം കിടന്നിട്ട് ആ സൈഡ് കയറുന്നു പോയി. നീ എന്തിനാ അതിലേ കയറിയത്? പോട്ടെ, നമുക്ക് അങ്ങോട്ടാ പോണ്ടത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ മ്യൂസിയം ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളതേ. അവർ സമ്മതിക്കുമോ ഇല്ലെന്ന് അറിയാൻ വയ്യ. അവർ ചോദിച്ചു എവിടുന്നാ വന്നേ, പിന്നെ അവരെ മെയിൻ ഹെഡിൽ നിന്ന് ആൾക്കാരെ വിളിപ്പിച്ചില്ലേ, മെയിൻ ആൾക്കാരെ. ഇവിടെ അങ്ങനെ യൂട്യൂബേഴ്സിന് പെർമിഷൻ കൊടുക്കുന്നതല്ല. പിന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നെയാണ്, എന്തൊക്കെയാ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹെഡിൽ വിളിക്കട്ടെ, നമുക്ക് ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിച്ചു, പെർമിഷനൊക്കെ തന്നു. ഹായ് കൂട്ടരെ, ഒരു കടലായാലേ ആ കടലിൻ്റെ അടിത്തട്ട് എന്തായിരിക്കും? എന്നാൽ അങ്ങനെ അടിത്തട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കടലിൻ്റെ അടിയിലെ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, പണ്ട് ഇവിടെ കടലായിരുന്നു ഒരു 68 മില്യൺ വർഷങ്ങൾക്ക് മുമ്പില്ലേ? 68 അതിലും മുന്നേ 68 മില്യൺസിന് മുമ്പുള്ള കാര്യം പറയുന്നത്. എന്തോ അങ്ങനെ ആ മില്യൺസിന് മുമ്പുള്ള വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കടലായിരുന്നു. ആ കടലിൻ്റെ അടിത്തട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെയുള്ള ഇവിടെ നിന്നാണ് നമ്മുടെ കൂടുതലും ഫോസിൽസും നമ്മളെ ജിറാഫിൻ്റെ ഒക്കെ മുട്ട, ഡൈനോസറിന്റെ മുട്ട അല്ലേ, ഡൈനോസറിന്റെ മുട്ടയൊക്കെ കിട്ടിയത് ഇവിടുന്ന് കേട്ടോ. ഇവന് വായി തോന്നിയൊക്കെ വിളിച്ച് പറയാം, നടന്ന് ഇവിടെ റിലേ പോയെന്ന് തോന്നുന്നു. ഡൈനോസറിന്റെ ഒക്കെ മുട്ട കിട്ടിയ സ്ഥലം ഇവിടാണ്. ഒരുപാട് ഷെൽസും നമ്മളെ പറഞ്ഞ ശംഖുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയ സ്ഥലമാണ്. അന്നേരം അതിന് നടുക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അന്നേരം കടലിൻ്റെ അടിയിൽ ഇങ്ങനെ ആയിരുന്നു ഇതിൻ്റെ തട്ടൊക്കെ കിടന്നില്ലേ, ഒരു ലെയറായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും മുകളിൽ വേറൊരു ടൈപ്പ് മണ്ണ്, അതിന് താഴോട്ട് വേറെ ടൈപ്പ് മണ്ണ്, കണ്ട ഇവിടെ ഒരു ചുമന്ന മണ്ണ്, ഇങ്ങനെ താഴോട്ട് പോകുമ്പോഴും ഓരോരോ മണ്ണുകളാണ്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇതാണ് കടലിൻ്റെ അടുത്തിട്ട്. ഓ അടിപൊളി കണ്ടോ. സാധാരണക്കാരിവിടെ വന്ന ഉടനെ നമ്മൾ പറയും, എന്ത് പറയും? നിനക്ക് പറഞ്ഞ പലതും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇതിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഇത് ഇവിടെയും കിടക്കുന്ന ഇടവഴി കണ്ടാ. ശരിക്കും ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ നടന്ന് കടലിന്റെ അടിത്തട്ടില് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞൊരു വഴി കൂടെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുവാണേ. നോക്കിയേ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ലേ? എന്ത് അടിപൊളി. ഒരുപാട് സമയം നടക്കാൻ തുടങ്ങിയിട്ടെ. ഓ അടിപൊളി കേട്ടോ. ഞാൻ ഒരുപാട് സമയം നടക്കാൻ തുടങ്ങിയിട്ടെ, കാരണം നമ്മൾ താഴോട്ട് നടന്ന് ഒരുപാട് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞു കേട്ടോ. ഇവിടെ നിന്നാണ് ഒരുപാട് ടൈപ്പ് സ്റ്റോൺസും ഒരുപാട് ഷെൽസ് ഇല്ലേ, പല ജീവികളുടെ ഷെൽസും ഈ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കണ്ടെത്തിയത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് കേട്ടോ. നടന്ന് ഭീഷ നോക്കി വരണേ. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. കുട മടക്കിയിട്ട് വാ, നോക്കി വരണേ. കണ്ട വെള്ളാരം കല്ല്, കുട മടക്കിയിട്ട് വാ. കം പതിയെ നാടെ കല്ല്, പിള്ളേരങ്ങല്ല, കടലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ കല്ല. എടുത്ത് വെച്ചേരാം, നമുക്ക് കൊണ്ടുപോവാം. ഓ അതിലേക്കൂടെ നടക്കാൻ പറ്റും കേട്ടോ. വെച്ചേരെ. നമ്മളിവിടെ വന്നിട്ട് എന്തെങ്കിലും കിട്ടിയില്ലാന്ന് വേണ്ടില്ല. കുട മടക്കി വെക്ക്. നീ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങി ചെയ്തിട്ടുണ്ടല്ലേ. അല്ല, എന്നാലും നമ്മളുടെ നോക്കണ്ടേ. ഇപ്പൊ തന്നെ ഞാനൊരു പരിവായി. ഓ ഇത് കടലായിരുന്നെങ്കിലോ. ഇപ്പം കടലായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരത്തില്ല.
ഇടുങ്ങിയ വഴിയാട്ടോ. പോകാൻ പറ്റുമോ? പോയി നോക്കാം. വേണ്ട, റിസ്ക് എടുക്കണ്ട. വന്ന് നോക്ക്. ഇതെവിടെല്ലാം മുള്ളുവാ. അത് മുള്ളൊന്നുമില്ല, നീ വന്നാൽ മതി. നമുക്കേ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ഇടുങ്ങി വരുവാണ് കേട്ടോ. ഈ വഴി ഇടുങ്ങി അങ്ങോട്ടുണ്ടോ ഒരാൾക്ക് കട്ടിച്ച് പോകാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. അന്നേരം ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയുമായിരിക്കും അല്ലേ? അവളവിടെ വെള്ളാരം കല്ല് പറക്കിക്കൊണ്ടിരിക്കും, ഞാൻ അറിയാതെ ഒന്ന് പറക്കി കൊടുത്ത്. വാ 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 വാ. ഇതിലൂടെ നടന്നു പോട്ടോ. ഇവിടെ അത്യാവശ്യം നടന്നു പോകാൻ പറ്റുന്ന വീതിയുള്ളൂ കേട്ടോ, വീതി ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ പുറ്റാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ പുറ്റാണ്. അപ്പോൾ നമ്മൾ പവിഴപ്പുറ്റെന്നൊക്കെ പറയത്തില്ലേ, ഇവിടെ എല്ലാം പുറ്റാണ് കാണാൻ കഴിയുന്നത്, പവിഴപ്പുറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഈ പറയുന്ന ഡൈനോസറിൻ്റെ ഒക്കെ മുട്ടയുടെ ആ സംഭവങ്ങളൊക്കെ നമ്മളെ നേരത്തെ ഉള്ള വീഡിയോയ്ക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. നമുക്കിതിൻ്റെ മുകളിൽ കൂടെ കയറി പോയാലോ? പോട്ട് കയറി. ഫുൾ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, കയറി നിന്ന് കാണണം കേട്ടോ. എന്നെ പിടി. അവളെ കൈ നിറച്ച സാധനങ്ങളിരിക്കുക. അയ്യോ, അടിപൊളിയില്ലേ? അയ്യോ, ഇതെന്തോ കല്ല? അത് ഇവിടുത്തെ ഏതെങ്കിലും കല്ലായിരിക്കും. വാ. ഞങ്ങൾ നേരത്തെ നടന്നു വന്ന വഴി ഇവിടെ കേട്ടോ, ചെറിയ ഇടുങ്ങിയ വഴിയായിരുന്നു. അതിലേക്കൂടെ നടന്ന് നമുക്ക് ഇതിലേ വരാമായിരുന്നു. പക്ഷെ വരപ്പം വീതി വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾ ആ റിസ്ക് എടുത്തില്ല. അല്ല, അത് ഈ വഴിയല്ല കേട്ടോ, അത് അതിലേക്കൂടെ കണ്ടായിരുന്നു ആ വഴി. വളരെ ഇടുങ്ങിയ വഴിയായിരുന്നത് കേട്ടോ. അത് ഈ സ്ഥലം എഴുതാട്ടോ. വളരെ ഇടുങ്ങിയ വഴിയാണ് കാണുന്നത്. ഉണ്ടോ? അങ്ങനെ വിശാലമായിട്ടും കിടക്കുമല്ലോ ഇവിടെ. അതെ അതെ അതെ. സത്യം പറഞ്ഞാൽ ഇവിടെ വീടോ കാര്യങ്ങളൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ഫുള്ള് നമ്മളെ ഗവൺമെൻറ് തമിഴ്നാട് ഗവൺമെൻറ് അണ്ടറിലാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന മൊത്തമേ. നേരത്തെ എന്ന് വെച്ചാൽ ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് വന്ന സ്ഥാപനങ്ങളൊക്കെയാണ് ആ കാണുന്നതൊക്കെ. പക്ഷേ ഇനി ഇവിടെ അലോഡല്ല, കാണുന്നതൊക്കെ മുമ്പ് വന്ന സ്ഥാപനങ്ങൾ ആ കാണുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുമല്ലേ? അതെ 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 ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. നമ്മൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇല്ലേ? അതെ അതെ. കുറെ നടന്നില്ലേ? കുഴഞ്ഞോ? കുഴഞ്ഞൊന്നുമില്ല, പിന്നെ കേറിയപ്പോ ഉള്ള വെയിലും ഇല്ല അല്ലേ? നമ്മളെ വന്ന വഴി അറിയൂ? വന്ന വഴി ഇതൊന്നും അല്ല, പക്ഷെ നമ്മള് വഴി ഉണ്ടാക്കി അങ്ങ് പോവുക. കള കൈയിരിക്കുന്നതൊക്കെ ഇല്ല, വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാ, എൻ്റെ വീട്ടിലോട്ട്. നമ്മള് യാത്രക്കിടയിൽ കിട്ടുന്ന സാധനങ്ങൾ അല്ലൊന്നും വാങ്ങാനോ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. വാങ്ങിയതല്ലോ, ഇത് വെറുതെ കിട്ടിയല്ലേ. അങ്ങനെ താഴെ എത്തി, ഭൂമിയിലെത്തിന്ന് വേണം പറയാൻ. ഭൂമിയിലല്ല, കടലിന്റെ അടിത്തട്ടിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരുപാട് വെള്ളാരം കല്ല് കിട്ടും കേട്ടോ. സ്വർണ്ണം വല്ലോ ആണോ? സ്വർണ്ണമൊന്നും അല്ല, പോട്ട് പറയാൻ പറ്റത്തില്ല, എടുത്തു വെച്ചോ. ഇപ്പം നല്ല വിലയും ഉണ്ട്. ഇങ്ങനെ മൊത്തം കൊണ്ടുവരുന്നുണ്ട്. ഇവിടുത്തെ മണ്ണ് മൊത്തം സ്വർണ്ണ നിറവാ. പല ടൈപ്പ് മണ്ണല്ലേ, നല്ല ഭംഗിയാ കാണാനൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്കൊന്നും വരില്ല, പെട്ടുപോകും കേട്ടോ. ഒരാളൂടെ ഉണ്ടെങ്കിൽ പേടിയെങ്കിലും ഷെയർ ചെയ്യാം. നമ്മൾ വന്ന വഴി തന്നെയാണോ? അല്ല, അത് അങ്ങോട്ടാകുമ്പോൾ ഇടുങ്ങുമോ? അത് അറിയാൻ വയ്യ, നോക്കണം. ഇല്ല, വലിയ കുഴപ്പമില്ല. വാ. പോട്ടെ പോട്ടെ പോട്ടെ. എന്തോ
സ്വർണ്ണമാണോ നോക്കിയതാ. ഇവിടെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സ്വർണവും മുത്തും ചിപ്പിയൊക്കെ കിട്ടാൻ സാധ്യതകൾ ഒരുപാടല്ലേ. അതൊക്കെ പണ്ടേ എല്ലാവർക്കും കിട്ടിക്കാണും. അങ്ങനെ കരയിലെത്തി ഗൈസ്. ആ ഇവിടുന്നൊക്കെ ഒരുപാട് മണ്ണ് പോയില്ലേ. ആ നമ്മൾ വന്ന വഴി കേട്ടോ, ഇത് വന്ന വഴി. നമ്മൾ ആ ചെറിയ വെള്ളം ഒഴുകി പോകുന്ന എന്തോ പറയുന്നത്, അരുവിയോ തോടോ കനാലോ, അവിടെ എത്തിക്കൊണ്ടിരിക്കും നമ്മളങ്ങോട്ട്. എന്നിട്ട് നമ്മളെ യാത്ര അടുത്ത് എങ്ങോട്ടാ പോകുന്നത്? അടുത്തത് എങ്ങോട്ടാന്ന് നോക്കണം അല്ലേ. അന്നേരം അടുത്ത നമ്മൾ 14ാമത്തെ ജില്ലയല്ലേ. അതെ, ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് ഇപ്പം 14 ദിവസമായി. ഞങ്ങൾ 14ാമത്തെ ജില്ലയിലോട്ടാണ് പോകാൻ പോകുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ദിവസം തന്നെ 2 ജില്ല കവർ ചെയ്തായിരുന്നില്ലേ. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു ദിവസം തന്നെ ഒരു ജില്ല നിൽക്കും കേട്ടോ. ഇന്നത്തെ ദിവസം ഈ ഒരു ജില്ലയിൽ തന്നെ നിൽക്കുമെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ മണി 12 1 മണി ആവാറായില്ലേ. ഞങ്ങൾ ആഹാരം പാകം ചെയ്തിട്ട് ഇന്ന് സാധ്യത കുറവാ പാകം ചെയ്യാൻ. ഇന്നലെ ലാവിഷ് ആയതുകൊണ്ട് ഇന്ന് ചിലപ്പം പുറത്തുനിന്നായിരിക്കും. പുറത്തൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല എങ്കിലും ഇന്നൊന്ന് പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഹോട്ടലിൽ കയറി, വൃത്തിയുള്ളൊരു ഹോട്ടലിൽ കയറി. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാ കേട്ടോ. വീട്ടിൽ അച്ഛനൊക്കെ അമ്മയൊക്കെ വെച്ചിട്ട് എന്താ പറയുന്നത്? അവരൊക്കെ പറഞ്ഞു ക്ഷീണിച്ചൂന്ന്. പറഞ്ഞേട്ടാ ഭയങ്കര എന്താ ഒന്നുമില്ല. അവരൊക്കെ ഹാപ്പിയാണോ ഈ യാത്ര കണ്ടിട്ടൊക്കെ? യെസ് ഓഫ് കോഴ്സ്, തീർച്ചയായും. കുറച്ച് ഫ്രീഡൊക്കെ തരുന്നതിന്റെ ആകാരമുണ്ട് നിനക്ക്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ മാത്രല്ല, ഇവിടെ ഒരുപാട് പട്ടികളും വന്നിട്ടുണ്ട്, കാൽപ്പാടങ്ങൾ കാണാൻ. അന്നേരം ഞങ്ങൾ യാത്ര വീണ്ടും കണ്ടിന്യൂ ആണ്. ഞങ്ങൾ വീഡിയോ ഇഷ്ടമാകും, കാരണം ഞങ്ങളെ സംസാരമൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുമോ അറിയാൻ വയ്യ. നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ട്, പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ട്. അന്നേരം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബായ്. ഞാൻ അപ്പോഴേ പറഞ്ഞു വരണ്ടാന്ന്. ഇതിപ്പോ വന്ന് വഴി അറിയാൻ പറ്റാത്ത അവസ്ഥയായി. എങ്ങോട്ടാ പോണ്ടേന്ന് ഇപ്പൊ ഒരു നിശ്ചയില്ല. എല്ലാരും ഒരേപോലെ കിടക്കുന്നു. അങ്ങോട്ട് പോണോ ഇങ്ങോട്ടോ? നമ്മളൊരു കുന്ന് കാണാൻ വേണ്ടി ആദ്യം കുറെ ആഗ്രഹിച്ചായിരുന്നില്ലേ. അതെ, ഇപ്പൊ വണ്ടി ഒന്ന് കണ്ടാ മതി അവസ്ഥയെ. ആ സ്ഥലം ഒന്ന് കണ്ടാ മതി. ഇതിലെ വഴിയായിരിക്കും. നമ്മൾ അതിലൊന്നും അല്ല വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിലെ പോകാം, കാരണം വഴി പോലെ കിടക്കുന്നത് ഇതാ. വഴി പോയല്ല, ഇവിടെ വെള്ളം ഒഴുകിപ്പോയി അങ്ങനെ ആയതാ. എന്തായാലും വാ. ഉണ്ടോ സത്യം, നമ്മളെ ഈ യാത്ര ഈ ഒരു 12-13 ദിവസം കൊണ്ട് നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടില്ലേ. കാഴ്ചകൾ കണ്ടു, ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ. അതെ, കുറച്ച് നല്ല ആൾക്കാരെ കണ്ടു. കുറെ നല്ല ആൾക്കാരെ കണ്ടു. ഞങ്ങൾ ഇന്ന് വന്ന് മ്യൂസിയത്തിലാണേ. അവിടെ 2 ജീവനക്കാരുണ്ട്. ഇതെന്തിന്റെ കാലാ? പട്ടിയുടെ അല്ല, ഏതോ മൃഗത്തിന്റെ കാല. ഇങ്ങോട്ട് വാ. ഏത് മൃഗമായിരിക്കും? പുലി വല്ലതും ആയിരിക്കുമോ? അവിടെ എല്ലാം ഉണ്ട് കാൽപാദം. ഞാൻ പറഞ്ഞു ഇതിലെ വരണ്ടാന്ന്. വാ ഇങ്ങോട്ട്. അവിടെ 2 ജീവനക്കാരുണ്ട്. അവര് ഞങ്ങൾക്ക് ചായയൊക്കെ മേടിച്ചോണ്ട് തന്നില്ലേ. നമ്മള് കേരളത്തിൽ നിന്നാന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ചായ തന്നു. ഞങ്ങൾ അപ്പൊ ചിപ്സ് കൊടുത്തു. ചിപ്സ്, ബാട്ടർ സമ്പ്രദായം. അവിടെ വേറെയും കുറെ ആൾക്കാർ വരുന്നുണ്ട്. അവർക്കൊന്നും കിട്ടാത്തൊരു സ്പെഷ്യൽ കെയറിംഗ് നമുക്ക് തന്നില്ലേ. അതെ, തമിഴ്നാട്ടിൽ ഞാൻ ഇത്ര ദിവസത്തെ അനുഭവത്തിൽ പറയണം, നല്ല നല്ല ആൾക്കാർ ഒരുപാടുണ്ട്. നല്ല ആൾക്കാരെല്ലാരും നല്ല. അത് നമുക്ക് ചായ തന്നുകൊണ്ട് പറയാലോ കേട്ടോ. അവരുടെ ഇടപെടലാണ് ഞാൻ പറഞ്ഞത്. ഈ മ്യൂസിയത്തിൽ പുറത്തുനിന്നുള്ളവർക്ക് വന്ന് വീഡിയോസ് എടുക്കാൻ അവർ അലോ ചെയ്യത്തില്ല. പക്ഷെ എന്തോ തരത്തിൽ നമ്മളോട് പറഞ്ഞ് എടുത്തോ. ഫോട്ടോ എടുക്കുന്നതിന് 100 രൂപയാണ്. പക്ഷെ നിങ്ങൾ വീഡിയോ എടുത്തോ. എന്നിട്ട് അവർ ഹെഡ് ഓഫീസിൽ വിളിച്ച് പെർമിഷനൊക്കെ എടുത്ത് ഞങ്ങൾക്ക് തന്നു. ചായയും തന്നു. എന്തോ വേണം. അങ്ങോട്ട് പോയി ശരിയാവും ഇത്. എന്തായാലും റോഡാവാറേ കേട്ടോ. റോഡാവാ ഇനിയും ഉണ്ട് നടക്കാനേ. എന്തായാലും ഇവിടെ പുലി ഉണ്ടെന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. പുലിയുടെ കാൽപ്പാടാണ് കാണുന്നത്. ഇവിടെ മൊത്തം കാൽപ്പാടാണ് കേട്ടോ. എന്തോ ജീവിയുടെ ഒന്ന് ചാണകം കിടക്കുന്നു. പശുവായിരുന്നോ? പുലി അല്ല കേട്ടോ, പശുവാ.